നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്ത് ജോലി ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പാലിക്കണം. വിദേശ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ പരീക്ഷ ഏർപ്പെടുത്താൻ ഒരുങ്ങി തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയം പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അടുത്ത ഡിസംബർ മുതൽ തുടങ്ങുന്ന പ്രൊഫഷണൽ പരീക്ഷ നിർബന്ധമാക്കുന്നതിന് മുമ്പായി 6 വർഷം ഓപ്ഷണലായിരിക്കുമെന്നും പിന്നീട് ഇതിന്റെ കാലാവധി ദീർഘിപ്പിക്കണോ വേണ്ടയോ എന്ന് പഠിക്കുമെന്നും തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയത്തിലെ പ്രൊഫഷണൽ പരീക്ഷാ വിഭാഗം ഡയറക്ടർ നായിഫ് അൽ ഉമേർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം പ്രൊഫഷണൽ പരീക്ഷാ ഫീസ് രാജ്യത്തിനകത്ത് 150 റിയാലും രാജ്യത്തിന് പുറത്തു വച്ചാണെങ്കിൽ 150 തുടങ്ങി 200 റിയാലായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വിദേശത്ത് വെച്ചുള്ള പ്രൊഫഷണൽ പരീക്ഷ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വെച്ചായിരിക്കും നടത്തുക എന്നത്. അതേസമയം 7 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളിൽ ആദ്യം പ്രൊഫഷണൽ പരീക്ഷ നടത്തുക ഇന്ത്യക്കാർക്കായിരിക്കുമെന്നതും മുൻതൂക്കം ഇതിലൂടെ തന്നെ വ്യക്തമാകുവാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുടെ വർധന കണക്കിലെടുത്താണ് ഇത് വ്യക്തമാക്കുന്നത്. 7 രാജ്യങ്ങളിൽ 1ാം ഘട്ടം ഇന്ത്യ, 2ാം ഘട്ടം ഫിലിപ്പൈൻസ്, 3, 4 ഘട്ടങ്ങളിൽ ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഈജിപ്ത്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രീതിയിലാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. സൗദിയിലെ മൊത്തം തൊഴിലാളികളുടെ 95% ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 1ാം ഘട്ടം എന്ന നിലയ്ക്ക് ഇലക്ട്രിക്, പ്ലംബിംഗ് ജോലിയിലുള്ളവർക്കുള്ള പരീക്ഷയായിരിക്കും ഡിസംബറിൽ നടത്തുക എന്നത്. അങ്ങനെ ഈ മേഖലകളിൽ 2 ലക്ഷം തൊഴിലാളികളാണുള്ളത്. 2ാം ഘട്ടം തൊഴിൽ പരീക്ഷ 2020 ഏപ്രിലിൽ നടക്കും. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, ഓട്ടോമാറ്റിക് ഇലക്ട്രീഷ്യൻ ആൻഡ് മെക്കാനിക്സ് തൊഴിലുകളിലായിരിക്കും പരീക്ഷ നടക്കുക. 3ാം ഘട്ടത്തിൽ കാർപ്പന്റർ, കൊല്ലപ്പണി, വെൽഡിംഗ് തൊഴിലുകളിൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. 2020 ജൂലൈ മാസത്തിലായിരിക്കും ഇത് നടക്കുന്നത്. 4ാം ഘട്ടം 2020 ഒക്ടോബറിൽ തേപ്പ് ജോലി, പെയിന്റിംഗ്, ടൈൽസ് ജോലി എന്നിവയിലും അവസാനമായി 2021 ജനുവരിയിൽ ബിൽഡിംഗ് നിർമ്മാണം, ബോഡി വർക്ക്, സാങ്കേതിക തൊഴിലുകൾ എന്നിവയിലും പ്രൊഫഷണൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. പരീക്ഷയിൽ വിജയിക്കുന്ന ഓരോ തൊഴിലാളിക്കും 5 വർഷം കാലാവധിയുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. കൂടാതെ 50%-ലധികം തൊഴിലാളികൾ പ്രൊഫഷണൽ പരീക്ഷ പൂർത്തിയാക്കുന്ന സ്ഥാപനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നൽകുന്നതുമായിരിക്കും. അതേസമയം ഭാവിയിൽ സൗദി അറേബ്യയിൽ ജോലി നേടാനും പ്രൊഫഷൻ മാറ്റുവാനും ഇഖാമ പുതുക്കുവാനുമുള്ള നിബന്ധനയായി പ്രൊഫഷണൽ പരീക്ഷയെ കണക്കാക്കാമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. കൂടാതെ സർക്കാർ ടെൻഡറുകളിൽ പങ്കാളികളാകുവാനും വിസ ഇഷ്യൂ ചെയ്യുവാനും ഇത് നിർബന്ധമാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.